ഹായ്, ഷീമസ് ഹീനി എന്ന പ്രസിദ്ധനായ ഐറിഷ് കവിയുടെ ഒരു ഉജ്ജ്വല നോബൽ പ്രഭാഷണം ക്രെഡിറ്റിംഗ് പോയിട്രി, ഈ പാഠത്തിൽ നിന്നുള്ള എസ്സൈസ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ? വെൽ ഫ്രണ്ട്സ്, ഹിയർ ഈസ് എസ്സേ ക്വസ്റ്റ്യൻ നമ്പർ 1. Comment on Seamus Heaney's relationship with language and poetry. ഭാഷയും കവിതയുമായി ഷീമസ് ഹീനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് പറയാമോ? ഇതാണ് ചോദ്യം. Take a look at paragraph number 1. Seamus Heaney had a profound and personal relationship with language and poetry. ഭാഷയോടും കവിതയോടും ഷീമസ് ഹീനിക്ക് അഗാധവും വ്യക്തിപരവുമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. From childhood, he was captivated by the sounds and rhythms of words. വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വാക്കുകളുടെ ശബ്ദത്തിലും താളത്തിലും അദ്ദേഹം വളരെയധികം ആകർഷിക്കപ്പെട്ടിരുന്നു. ഗ്രോയിങ് അപ്പ് ഇൻ റൂറൽ കൗണ്ടി ഡെറി, he absorbed the oral traditions of storytelling and folk songs. ഗ്രാമീണ പശ്ചാത്തലമുള്ള കൗണ്ടി ഡെറി എന്ന നാട്ടിൻ പുറത്ത് വളർന്ന അദ്ദേഹം മുത്തശ്ശി കഥകളുടെയും വാമൊഴി പാരമ്പര്യങ്ങളുടെയും പാരമ്പര്യം നന്നെ ഉൾക്കൊണ്ടു. These experiences fostered a deep appreciation for the spoken word. ഈ അനുഭവങ്ങൾ സംസാര ഭാഷയോട് അദ്ദേഹത്തിൽ വലിയ മതിപ്പ് ഉളവാക്കി. For Heaney, poetry was a means to explore and express the human condition. ഹീനി എന്ന കവിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള ഒരു ഉപാധിയായി മാറി കവിത. Well, this is paragraph number 1. Now friends, take a look at paragraph number 2. Heaney believed in the evocative power of language. ഓർമ്മകളും വികാരങ്ങളും ഉണർത്താനുള്ള ഭാഷയുടെ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ച ആളായിരുന്നു നമ്മുടെ പ്രിയ കവി. He saw poetry as a bridge between personal experience and universal themes. വ്യക്തിപരമായ അനുഭവങ്ങൾക്കും സാർവലൗകിക വിഷയങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലമായിട്ടാണ് അദ്ദേഹം കവിതയെ കണ്ടത്. His works often reflected his own life that resonates with broader human truths. മഹത്തായ മാനുഷിക സത്യങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ള സ്വന്തം ജീവിതം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ മിക്കതും. Heaney's use of language was precise and musical. ഹീനിയുടെ ഭാഷാപ്രയോഗം നല്ല കൃത്യവും സംഗീതാത്മകവുമായിരുന്നു. He carefully chose words for their meaning and sound, creating vivid images. താൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിനും ശബ്ദത്തിനും വേണ്ടി അദ്ദേഹം വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തു. അങ്ങനെ ആ വാക്കുകൾ ഉജ്ജ്വലമായ വാങ്മയ ചിത്രങ്ങൾ സൃഷ്ടിച്ചു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ. Well, this is paragraph number 2. Now friends, take a look at paragraph number 3. Writing poetry allowed Heaney to engage with the world around him. തനിക്ക് ചുറ്റുമുള്ള ലോകവുമായി സംവദിക്കാൻ ഹീനിയെ സഹായിച്ചത് തൻ്റെ കവിത എഴുത്താണ്. He viewed it as a form of witness and testimony. തൻ്റെ ഈ സർഗ സൃഷ്ടിയെ അദ്ദേഹം ഒരുതരം സാക്ഷിയുടെയും സാക്ഷ്യപ്പെടുത്തലിൻ്റെയും രൂപമായി കണ്ടു. Through his poetry, he addressed life's realities, both beautiful and harsh. സുന്ദരവും കഠിനവുമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ തൻ്റെ കവിതയിലൂടെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. His poems often showcased a deep connection to the land and rural life. സ്വന്തം ദേശവുമായും ഗ്രാമീണ ജീവിതവുമായും ഷീമസ് ഹീനി എന്ന കവി വളർത്തിയെടുത്ത ഊഷ്മള ബന്ധം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വളരെ നന്നായി പ്രകടമായി. This grounding in reality gave his work authenticity and immediacy. സത്യം, യാഥാർത്ഥ്യം തുടങ്ങിയ സംഗതികളിലുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ അടിത്തറ സ്വന്തം കവിതകൾക്ക് ആധികാരികതയും സാംഗത്യവും നൽകിയതായി നമുക്ക് കാണാൻ കഴിയും.
Well, this is paragraph number 3. Now, friends, take a look at paragraph number 4. Heaney also saw poetry as a tool for healing and reconciliation. മുറിവുകൾ ഉണക്കുന്നതിനും അനുരഞ്ജനത്തിനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് ഹീനി കവിതയെ കണ്ടത്. ഇൻ ടൈംസ് ഓഫ് ട്രോമ ഹി ബിലീവ്ഡ് പോയിട്രി കുഡ് പ്രൊവൈഡ് സോലസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. മാനസിക ആഘാതത്തിൻ്റെ നിമിഷങ്ങളിൽ ആശ്വാസവും ശരിയായ ദിശാബോധവും നൽകാൻ കവിതയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഹിസ് വർക്ക് ഫ്രീക്വൻ്റ്ലി ഡെൽറ്റ് വിത്ത് തീംസ് ഓഫ് ലോസ്, മെമ്മറി ആൻഡ് ഐഡൻറ്റിറ്റി. നഷ്ടം, ഓർമ്മ, സ്വത്വം, അതായത് ഐഡൻറ്റിറ്റി എന്നീ വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ കൈകാര്യം ചെയ്തത്. ഹി സോട്ട് മീനിങ് ആൻഡ് റെസല്യൂഷൻ ത്രൂ ഹിസ് റൈറ്റിംഗ്. തൻ്റെ സർഗസൃഷ്ടിയിലൂടെ അദ്ദേഹം അർത്ഥവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും തേടി. ഹിസ് പോയിട്രി വാസ് ഫിൽഡ് വിത്ത് എംപതി ആൻഡ് കമ്പാഷൻ. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മുഴുവൻ നിറഞ്ഞു തുളുമ്പിയിരുന്നത് സഹാനുഭൂതിയും ദയയും അനുകമ്പയുമാണ്. Well, friends, this is paragraph number 4. Now take a look at the concluding paragraph. Heaney saw poetry as a space for reflection and dialogue, transcending political divisions. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കതീതമായ ചിന്തകൾക്കും സംവാദത്തിനുമുള്ള ഒരു ഇടമായാണ് ഹീനി കവിതയെ കണ്ടത്. Heaney's relationship with language and poetry was rooted in honesty and a deep understanding of human experience. സത്യസന്ധതയിലും മനുഷ്യാനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ബോധ്യത്തിലും വേരൂന്നിയതായിരുന്നു ഭാഷയും കവിതയുമായുള്ള ഷീമസ് ഹീനിയുടെ ആത്മബന്ധം എന്ന് നമുക്ക് കാണാൻ കഴിയും. Well, friends, this is the first essay. Now take a look at essay number 2. Here is the question. Discuss the political and historical context in which Heaney developed his practice of poetry. ഷീമസ് ഹീനി തൻ്റെ കവിതാ സൃഷ്ടി വികസിപ്പിച്ചെടുത്ത രാഷ്ട്രീയവും ചരിത്രപരവുമായ ആ സന്ദർഭം ഒരു ഹ്രസ്വ ചർച്ചയ്ക്ക് വിധേയമാക്കാമോ? ഇതാണ് ചോദ്യം. Now here is the answer. Paragraph number 1. Seamus Heaney developed his poetry during a time of significant political and historical turmoil in Northern Ireland. ഉത്തര അയർലൻഡിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയവും ചരിത്രപരവുമായ കോളിളക്കങ്ങൾ, അതായത് പ്രക്ഷോഭങ്ങൾ നടന്ന കാലഘട്ടത്തിലാണ് ഷീമസ് ഹീനി തൻ്റെ കവിതാ സബരിയ വികസിപ്പിച്ചെടുത്തത്. He grew up amidst the region's tensions between Protestant and Catholic communities. പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക സമുദായങ്ങൾ തമ്മിൽ ആ മേഖലയിൽ നടന്ന സംഘർഷങ്ങൾക്കിടയിലാണ് അദ്ദേഹം വളർന്നു വന്നത്. ദിസ് ഡിവിഷൻ ഓഫൺ ലെഡ് ടു വയലന്റ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഡീപ്പ് സീറ്റഡ് മിസ്ട്രസ്റ്റ്. ഈ വിഭജനം മിക്കപ്പോഴും അക്രമാസക്തമായ സംഘർഷങ്ങളിലേക്കും ആഴത്തിൽ വേരൂന്നിയ അവിശ്വാസത്തിലേക്കും നയിച്ചു. The troubles beginning in the late 1960s profoundly influenced his work. 1960കളുടെ അവസാനത്തിൽ ആരംഭിച്ച ഈ കുഴപ്പങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതാ സബരി എന്ന പ്രവർത്തനത്തെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചു. This period was marked by bombings, shootings and civil unrest. നിത്യേനയുള്ള ബോംബേറ്, വെടിവയ്പ്, ആഭ്യന്തര കലാപം എന്നിവ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. Well, friends, this is paragraph number 1. Now take a look at paragraph number 2. The troubles created a backdrop of chaos and fear. ഈ കലാപങ്ങൾ അരാജകത്വത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. Heaney's poetry often reflected the impact of this violence on everyday life. ദൈനംദിന ജീവിതത്തിൽ ഈ അക്രമം ചെലുത്തിയ സ്വാധീനം പലപ്പോഴും ഹീനിയുടെ കവിതകളിലൂടെ പ്രതിഫലിച്ചു. He explored themes of
ഡിസ്പ്ലേസ്മെന്റ്, ഐഡന്റിറ്റി ആൻഡ് ദ ലോങ്ങിങ് ഫോർ പീസ്. പറിച്ചു നടൽ, സ്വത്വം അതായത് ഐഡന്റിറ്റി, സമാധാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എന്നീ വിഷയങ്ങൾ തൻ്റെ കവിതകളുടെ പ്രമേയങ്ങളായി മാറി. ഹിസ് വർക്ക് captured the complexities and human cost of the conflict. ഈ സംഘട്ടനത്തിൻ്റെ സങ്കീർണതകളും മനുഷ്യൻ കൊടുക്കേണ്ടി വന്ന വിലയും ആ കവിതകൾ വളരെ നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട്. ഹീനി കൺവേയ്ഡ് ദീസ് ഹാർഷ് റിയാലിറ്റീസ് ത്രൂ ഹിസ് poems. ഈ പരുക്കൻ യാഥാർത്ഥ്യങ്ങളാണ് ഹീനി തൻ്റെ കവിതകളിലൂടെ അവതരിപ്പിച്ചത്. Well, this is paragraph number 2. Now friends, take a look at paragraph number 3. Despite external pressures, Heaney maintained a balanced view. ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും നമ്മുടെ ഷീമസ് ഹീനി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സമതുലിതമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം നിലനിർത്തി. He emphasized the shared humanity of all involved in the conflict. ആ സംഘർഷങ്ങളിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളുടെയും ഒന്നാകെയുള്ള മനുഷ്യത്വത്തിന് അദ്ദേഹം പ്രത്യേകം ഊന്നൽ നൽകി. ഹിസ് പോയിട്രി എയിംഡ് ടു ബ്രിഡ്ജ് ഡിവിഷൻസ് റാദർ ദാൻ ഡീപ്പൻ ദം. സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകളെ കൂടുതൽ ആഴത്തിലാക്കുന്നതിന് പകരം അവയെ പരസ്പരം ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ. ഹീനീസ് അപ്രോച്ച് എൻകറേജ്ഡ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സഹാനുഭൂതിയും ധാരണയും ഇവയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഷീമസ് ഹീനിയുടെ സമീപനം. ഹി ബിലീവ്ഡ് ഇൻ പോയിട്രീസ് പവർ ടു ട്രാൻസെൻഡ് പൊളിറ്റിക്കൽ സ്ട്രൈഫ്. രാഷ്ട്രീയ സംഘട്ടനങ്ങളെ മറികടക്കാനുള്ള കവിതയുടെ ശക്തിയിൽ അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചു. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 3. Now take a look at paragraph number 4. Heaney also connected the Irish struggle with global issues. ഈ ഐറിഷ് സംഘർഷങ്ങളെ ആഗോള പ്രശ്നങ്ങളുമായി നമ്മുടെ ഹീനി ബന്ധപ്പെടുത്തി. He drew parallels between local and international fights for justice and equality. നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ പോരാട്ടങ്ങൾ തമ്മിലുള്ള സാമ്യം അദ്ദേഹം വരച്ചു കാണിച്ചു. ഹിസ് വർക്ക് അഡ്രസ്ഡ് യൂണിവേഴ്സൽ തീംസ് ഓഫ് പവർ, ഒപ്രഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അധികാരം, അടിച്ചമർത്തൽ, ചെറുത്തുനിൽപ്പ് തുടങ്ങിയ സാർവദേശീയ വിഷയങ്ങളെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. ദിസ് ബ്രോഡർ പെർസ്പെക്റ്റീവ് ഗേവ് ഹിസ് പോയിട്രി വൈഡർ റെലവൻസ് ആൻഡ് റെസൊനൻസ്. ഈ വിശാലമായ വീക്ഷണം അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് വ്യാപക പ്രസക്തിയും പ്രതിധ്വനിയും നൽകി. വെൽ, ദിസ് ഇസ് പാരഗ്രാഫ് നമ്പർ 4. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് പാരഗ്രാഫ്. ടു സം അപ്പ്, ഹീനീസ് പോയിട്രി വാസ് ഷേപ്ഡ് ബൈ ദ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിവിഷൻ ഓഫ് ഹിസ് ടൈം. ചുരുക്കത്തിൽ, ഹീനിയുടെ കാലഘട്ടത്തിൽ നടന്ന സംഘർഷങ്ങളും വിഭജനവുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹി അപ്രോച്ച്ഡ് ഹിസ് ക്രാഫ്റ്റ് വിത്ത് എ കമ്മിറ്റ്മെൻറ്റ് ടു ട്രൂത്ത് ആൻഡ് ഹ്യൂമാനിറ്റി. സത്യത്തോടും മനുഷ്യത്തോടുമുള്ള പ്രതിബദ്ധതയോടെയാണ് അദ്ദേഹം തൻ്റെ കാവ്യസബരി എന്ന കലയെ സമീപിച്ചത്. ത്രൂ ഹിസ് പോയിട്രി, ഹീനി ഓഫേർഡ് എ വോയിസ് of reason, compassion and hope. യുക്തിയുടെയും അനുകമ്പയുടെയും പ്രതീക്ഷയുടെയും ശബ്ദം ഷീമസ് ഹീനി എന്ന മഹാനായ കവി തൻ്റെ അതിസുന്ദരമായ കവിതയിലൂടെ മനുഷ്യരാശിക്ക് സമർപ്പിച്ചു. ഇതാണ് ഉത്തരം. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിത്ത് ബെസ്റ്റ് വിഷസ്. ബൈ ബൈ.